എല്ലാരും കിട്ടത്തില്ല. എന്തോ പ്രഖ്യാപനം വന്ന ശേഷം ആദ്യമായിട്ടാണ് കൂടിക്കാഴ്ച. ഞങ്ങൾ എന്നും കൂടി കാണുന്നവരല്ലേ. ഇത് പ്രഖ്യാപനം വന്ന ശേഷം ആദ്യമായിട്ടാണ് സത്യമാണ്. ഞങ്ങളെന്നും കൂടി കാണുന്നവരാണ്. രണ്ടുപേരും മുഖ്യമന്ത്രി ആരാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ ചർച്ചകളും തർക്ക വിതർക്കങ്ങളൊക്കെ ആയിരുന്നു. ആ ചർച്ചകൾക്കൊക്കെ ഇനി എന്ത് പ്രസക്തിയാണ്? ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും വളരെ ക്ലിയർ ആയിട്ട് കാറ്റഗറിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇതൊന്ന് തൊട്ടു നോക്കി ഒന്ന് തൊട്ടാൽ കോൺഗ്രസിൻ്റെ രക്തമാണ് വരിക. അപ്പോൾ കോൺഗ്രസ്സാണ് ഞങ്ങൾക്കെല്ലാം, പാർട്ടിയാണെല്ലാം. പാർട്ടി തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടി തീരുമാനത്തിന് പേരിൽ ഉറച്ചു നിന്ന് പോരാടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനി കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനെ കുറിച്ച് ജനങ്ങൾ വളരെ പ്രതീക്ഷയോട് നോക്കിക്കാണുകയാണ്. ഈ നാട്ടിലെ പാവപ്പെട്ടവരെയും സാധാരണക്കാരനെയും ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള ഒരു ദൗത്യമാണ് ശ്രീ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിലേക്ക് വന്നിരിക്കുന്നത്. അത് അദ്ദേഹം നിർവഹിക്കുമ്പോൾ പൂർണ്ണ പിന്തുണ ഒരു കോൺഗ്രസ്സുകാരനായി നിന്ന് നൽകുക എന്ന ഉത്തരവാദിത്വമായിരിക്കും ഞാൻ നിർവഹിക്കാൻ. രണ്ടുപേരും ദീർഘകാലമായി ബന്ധമുള്ളവരാണ്. അപ്പോൾ പക്ഷേ രണ്ട് പേരുകളെ ചൊല്ലി ഇങ്ങനെ ഒരു തർക്കം തെരുവിലൊക്കെ ഞങ്ങളെ പഴയ ബന്ധങ്ങൾ തിരഞ്ഞു നോക്കിയാൽ അറിയാം. ഞങ്ങൾ ഇടയ്ക്ക് യാത്ര ചെയ്യുന്നവരെ, ഒന്നിച്ച് യാത്ര ചെയ്യുന്നവരെ, ഞങ്ങൾ അങ്ങനെ ബാല്യകാല സൗഹൃദങ്ങളുള്ള നല്ല രാഷ്ട്രീയത്തിൽ, ബാല്യകാല കൊച്ചുനാളിലല്ല, രാഷ്ട്രീയത്തിൽ വരാൻ തുടങ്ങിയ കാലം തൊട്ട്. അപ്പോൾ ഇതൊക്കെ നടക്കും. പാർട്ടി എല്ലാത്തിനെയും ഒന്നിപ്പിക്കുന്നൊരു കണ്ണിയാണ്. എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അതിനെയെല്ലാം ഒന്നിപ്പിക്കുന്ന ഒരേ ഒരു കണ്ണിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ദാറ്റ്സ് ഓൾ. അല്ല, അതില്ല, മുതിർന്ന പാർട്ടി നേതാക്കളുമായിട്ട് എല്ലാവരായിട്ടും ചർച്ച ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഇവിടെ ഞങ്ങൾ എടുക്കുന്ന എല്ലാ തീരുമാനവും ഡൽഹിയിൽ നിന്ന് കോൺഗ്രസ് പ്രസിഡന്റിൻ്റെയും ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരുടെയും അംഗീകാരം വാങ്ങിച്ചു തരേണ്ട ആൾ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം വഴിയാണ് ഈ പേപ്പറെല്ലാം, ഈ അപ്രൂവലിന് വേണ്ടിയുള്ള പേപ്പറെല്ലാം പോകുന്നത്. അദ്ദേഹമായിട്ട് സംസാരിക്കും. ഇത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും കോൺഗ്രസ്സിൽ നടന്നില്ല. നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങളുടെ കുറച്ച് ആളുകൾ, എല്ലാവരുമാണെന്ന് ഞാൻ പറയുന്നില്ല, കുറേ നാളുകളായിട്ട് ഏതാണ്ട് ശത്രുക്കളെ പോലെയുള്ള ആളുകളായിട്ടാണ് ഞങ്ങളൊക്കെ പെരുമാറിയത്. ശ്രീ KC വേണുഗോപാൽ പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ ഉയർന്ന സ്ഥാനത്ത്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ സംഘടനാപരമായ സ്ഥാനത്തിരിക്കുന്ന ആളാണ്.